ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കുഞ്ഞൊരു ടേബിളാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കാർഡ്ബോർഡും ഏതെങ്കിലും കുപ്പിയും വേണം. ഞാനിവിടെ സോസ് ബോട്ടിൽ എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുപ്പി നിങ്ങൾക്ക് എടുക്കാം. നമുക്ക് സൈസ് അനുസരിച്ച് എടുക്കാവുന്നതാണ്. കുഞ്ഞൊരു ടേബിളാണ്. കുഞ്ഞുങ്ങൾക്ക് ഡ്രോയിങ് ഒക്കെ ചെയ്യാനും ക്രാഫ്റ്റൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് ഇരിക്കാം. കുഞ്ഞ് ടേബിൾ, നല്ല ക്യൂട്ടായിട്ടുള്ള ടേബിളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കാർഡ്ബോർഡിൽ മൊത്തമായിട്ടൊന്ന് ന്യൂസ് പേപ്പർ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ന്യൂസ് പേപ്പർ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുവാണ്. നമ്മൾ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് മൊത്തം ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ടേബിളാണ്. ഇപ്പം മൊത്തം നമ്മളൊന്ന് ന്യൂസ് പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് അലുമിനിയം ഫോയിലാണ്. അത് നമുക്ക് ബോർഡിലോട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ നല്ല മുഴുവനായിട്ടുള്ള ഷീറ്റാണെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാം. ഞാനാണെങ്കിൽ ഇവിടെ എൻ്റെ കയ്യിൽ ചെറിയ ചെറിയ പീസേ ഉള്ളായിരുന്നു, അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇത് നമുക്ക് ഫെവിക്കോൾ വെച്ച് ഇത് ഒട്ടത്തില്ല. അല്ലെങ്കിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് നമുക്ക് ഈ ഫോയിൽ പേപ്പർ മൊത്തം ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ ചാർട്ട് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഫോയിൽ പേപ്പർ ആകുമ്പോൾ നല്ലൊരു ടെക്സ്ചർ കിട്ടും. അതൊന്ന് ചുരുട്ടി എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ടെക്സ്ചർ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നല്ല ഭംഗിയാണ് ഫോയിൽ പേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞാൽ. ഫോയിൽ പേപ്പർ ഒന്നും ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് ചാർട്ട് പേപ്പർ ആണെങ്കിലും വെച്ചിട്ട് ഇത് ചെയ്യാവുന്നതാണ്. അപ്പം മൊത്തം നമ്മൾ ഫോയിൽ പേപ്പർ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കളർ ജസ്റ്റ് ഒന്ന് അതിനകത്തോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മൊത്തം ഒന്ന് ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് മൊത്തത്തിൽ പെയിൻ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബോർഡ് മുഴുവൻ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഭംഗിയാണ്. ഈ ഫോയിൽ പേപ്പർ നമ്മൾ ചുരുട്ടിയിട്ട് ഇത് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഒരു കളറും കൂടെ ചെയ്ത് വരുമ്പോഴത്തേക്കും അത് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കിഷ്ടമുള്ള കളർ കൊടുക്കാം. അങ്ങനെ മൊത്തം ഒന്ന് സ്പ്രെഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. മൊത്തം ഇപ്പോൾ ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. അതിൻ്റെ 4 വശവും ഒരു ബ്ലൂ കളറ് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബോർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിഷ്ടമുള്ള കുറച്ച് പടങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് വെട്ടിയെടുത്ത് വെക്കാം. എന്താ നമുക്കിഷ്ടമുള്ളതെന്ന് വെച്ചാൽ കുറച്ച് കാർട്ടൂണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെട്ടിയേക്കാം. പിന്നെ നമുക്കൊരു പ്ലാസ്റ്റിക് കവർ വേണം, അതൊന്ന് കവർ ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ പിക്ചേഴ്സ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. പ്ലാസ്റ്റിക് കവർ ജസ്റ്റ് അതിൻ്റെ മേൽവശം ഒന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് അതൊന്ന് ഫുൾ പിക്ചേഴ്സ് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അതിൻ്റെ മുകളിലൊരു കവറിങ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നും കുഞ്ഞുങ്ങൾ കീറിയൊന്നും കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ഞാനിവിടെ ഒരു കവർ എടുത്ത് അത് കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് മതി നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് മൊത്തം ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 4 ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സോസ് ബോട്ടിലൊന്ന് ഒട്ടിക്കാൻ, ഈ ടേബിളിൻ്റെ കാലൊട്ടിക്കാൻ വേണ്ടിയിട്ട് 4 വശം ഒന്ന് മാർക്ക് ചെയ്ത് അവിടെ കുറച്ച് ഗ്ലൂ ഇട്ട് പിന്നെ നമ്മൾ 4 ബോട്ടിലും അവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ബോട്ടിലിൻ്റെ മേൽഭാഗത്തും കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുത്ത് അതുപോലെ ബോർഡിലും കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുത്ത് ഒട്ടിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇതിനാണെങ്കിൽ ബോട്ടിലിനകത്ത് വെയിറ്റ് വേണമെങ്കിൽ കുറച്ച് മണ്ണ് എന്തെങ്കിലും ഇട്ടാൽ കുറച്ച് ബലത്തിൽ നിൽക്കും. ഇങ്ങനെ ആടുന്നതൊക്കെ ഒഴിവാക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ 2 സൈഡും ഒട്ടിച്ചിട്ട് ഈ 4 ബോട്ടിലും അതിലൊന്ന് വെച്ച് കൊടുക്കുകയാണ്. ബോർഡ് 4 ബോട്ടിലും വെച്ച് അളവ് നോക്കിയിട്ട് അതൊന്ന് മുകളിലോട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്റ്റഡി ടേബിൾ റെഡിയാണ്. നമ്മൾ 4 കാലും ഒട്ടിച്ച് കൊടുത്തു, ഫുൾ ബോർഡ് അത് ഒന്ന് ഒട്ടിച്ച് കൊടുത്തു. അങ്ങനെ നമ്മൾ ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. പെൻ ഹോൾഡർ എന്തെങ്കിലുമൊക്കെ വെച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഡ്രോയിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. വളരെ യൂസ്ഫുള്ളാണ്. ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.